പിന്നെ കുറച്ചോ 75 വെച്ചാൽ 70,000 പിന്നെ കൊടുക്കും. 70,000 റെഡി കായ്ക്ക് വണ്ടി ഇറക്കാം. ഇത് നമ്മള് ചോദിക്കണൊക്കെ 1,85 ചോദിക്കണത്. 1,85,000 വണ്ടിക്ക് ചോദിക്കുണ്ട്. കുറച്ച് 1,45 കൊടുക്കാം. 1,75,000 2,4 ചോദിക്കുന്നുണ്ട്. 2,25,000 അടിപൊളി സ്കോർപിയോ ആണ്. 8 വർഷത്തേക്ക് പോകാൻ പറ്റും. 2,15 കൊടുക്കാം. 2,5,000 കുറച്ച് 2,15,000 കൊടുക്കാം. 10,000 കുറച്ച് 1,55. 1,55 17 വണ്ടി. 17 വണ്ടിക്കാണ് 1,50 ചോദിക്കുന്നത്. 1,55. 15 വണ്ടി 1,40, 1,35 എല്ലാരും കൊടുക്കണത്. ചോദിക്കണത് 3,10 ചോദിക്കുന്നുണ്ട്. 3,10 ചോദിക്കുന്നുണ്ട്. ആ തെർച്ചിക്കണ 10 കൊടുക്കോ? തെർച്ചിക്കണ 10 അല്ല 15 കൊടുക്കാം. അപ്പൊ 2,95 കൊടുക്കാം. 10-25 കിലോമീറ്റർ മൈലേജും കിട്ടും. മൈലേജ് എന്തായാലും കിട്ടും. ഡീസൽ 24 കിലോമീറ്റർ അല്ലേ? ലിവൻ അതേ മൈലേജ് കിട്ടുമല്ലേ? ഏകദേശം ഫുൾ ലോൺ കയറ്റി കൊടുക്കാം. കേറും. അപ്പൊ നമ്മളങ്ങനെ വീണ്ടും മഞ്ചേരി നറുക്കുള്ള സൺറൈസ് യൂസർ വീണ്ടും എത്തിക്കണ്ടേ. കഴിഞ്ഞ എപ്പിസോഡ് സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ടിലെ ഒരു 10-20 വണ്ടി കേട്ടോ. മേജർ ആക്സിഡന്റും ഫ്ലഡിനൊക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമാണ്. ചെറുവണ്ടി ഷോപ്പാണ് മെയിൻ ആയിട്ട് വരുന്നത്. 45,000 മുതലാണ് വണ്ടികൾ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 1,00,000 രൂപയ്ക്കല്ല 10-11 മോളിൽ അൾട്രാ കൊടുക്കും. റിഡ്സുകളൊക്കെ ചെറിയ കായ് കിട്ടും. 1,45,000 രൂപയ്ക്കല്ല 11 മോളിൽ റിഡ്സുകൾ ഫുൾ ഫിറ്റിംഗ്സിലെ വണ്ടികൾ. പോളകളൊക്കെ ഉണ്ട്. ഫുൾ ഓൺ ഉണ്ട്. സ്കോർപിയോ അങ്ങനത്തെ വണ്ടികളാണ്. 2,500, 2,10, 2,15 വണ്ടികൾ കിട്ടും. കുറെ വണ്ടികളുണ്ട്. നമ്മളെ കോളേജിലാണ് മുജീബ് റഹ്മാൻ. നമ്മളെ വീട്ടിലേക്ക് സ്വാഗതമല്ലേ? അത് ഗൾഫാർക്കുള്ളതാണല്ലേ? നമ്മളെ ലൊക്കേഷൻ മഞ്ചേരി നറുകര. മഞ്ചേരി നറുകരയാണ്. 3.5 കിലോമീറ്റർ മഞ്ചേരിന്നല്ലേ? കോഴിക്കോട് ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ വെള്ളാമ്പുറത്തുനിന്ന് ഒരു 4-4.5 കിലോമീറ്റർ അത്രേ ഉള്ളൂ. എങ്ങനെ അടിച്ചാലും ഗൂഗിളില് പോന്നുകാണ്ട് എവിടെ എത്തിന്ന് പറഞ്ഞാൽ മതി. ലൊക്കേഷൻ വിട്ടുതരും. പൗതി വിലക്കും ചായക്കായ് എണ്ണക്കായൊക്കെ വേറെ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കണമെങ്കിൽ എത്തിച്ചു കൊടുക്കും. ഹോം ഡെലിവറി ഉണ്ട്. ഹോം ഡെലിവറി ഉണ്ട്. ഇനിയിപ്പോ ഇങ്ങനത്തെ വണ്ടി ഏത് കൊടുക്കുകയാണെങ്കിൽ നല്ല വണ്ടി കൊടുത്താൽ മാറ്റിയാണ്ട് വേറെ അങ്ങനെ എടുക്കാം. ഏത് ലക്ഷറി വണ്ടി കുറിച്ചാലും ഒപ്പിച്ചെടുക്കും. ഏത് കൊടുക്കുക എക്സ്ചേഞ്ച് കൊടുക്കും. ഇനിയിപ്പോ നമ്മുടെ അടുത്ത് ഇല്ലാത്ത വണ്ടി നമ്മൾ ഒപ്പിച്ചും കൊടുക്കും. എല്ലാം സെറ്റപ്പും. അതാണ് നിങ്ങൾ വന്നാൽ മാത്രം നല്ല വണ്ടി വേണം. വന്നോളി. വരുമ്പോ ഒന്നൊരു ജസ്റ്റ് ഒരു കോള് വിളിക്കണം. ഫസ്റ്റ് അസ്സലാമു അലൈക്കും എന്ന് പറയാം. അത് വിളിച്ചിട്ട് പറയാം. നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ ഉദ്ദേശം വണ്ടി ഉണ്ടെങ്കിൽ ചിലപ്പോ പോയിട്ടുണ്ടാവും, ചിലപ്പോ പോയിട്ടുണ്ടാവില്ല. അതിനുവേണ്ടി വിളിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഒപ്പിച്ചു കൊടുക്കും. അത് വേറെ കൊടുക്കും. വേറെ ആളത്ത് ഉണ്ടാവുമല്ലോ. നമ്മള് സുഹൃത്തുക്കൾക്കൊക്കെ ഉണ്ടാവും. നിങ്ങൾ പറഞ്ഞോളി. ചെറിയ കായ്ക്ക് വണ്ടി ഒപ്പിച്ചാറല്ലേ? ചെറിയ കായ്ക്ക് വണ്ടി. പിന്നെ ഗൂഗിളിൽ അമൃത സ്കൂൾ അടിച്ചു കഴിഞ്ഞാല് നമ്മളെ ലൊക്കേഷൻ കൊണ്ടാ ഈ സ്കൂളിന് നേരെ ഓപ്പോസിറ്റ് നമ്മളെ ഷോപ്പ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിച്ചൊക്കെ നമ്മൾ ചെയ്തല്ലേ? മേജർ ആക്സിഡന്റ് ഗ്യാരണ്ടി ആണല്ലേ? വേറെ പറയാം. ഒരു ഇതിലൊരു 60%, 70% വണ്ടി ഫുൾ ലോണിൽ നമുക്ക് കൊടുക്കാറല്ലേ? നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണ്. മാക്സിമം ഫുൾ ലോണാണ്. അല്ലെങ്കിൽ 10-15,000 മുടക്കിൽ 2,000 മുടക്കിലൊക്കെ വണ്ടി ഇറക്കാം. ഒക്കെ വീഡിയോ കാണാം. പൈസ ഇല്ലാത്തവർക്ക് ഇല്ലവർക്കൊക്കെ വണ്ടി കൊടുക്കാറല്ലേ? എല്ലാരും കൊണ്ടാട്ടല്ലേ? ഒക്കെ വീഡിയോ കാണാം. ഒരാഗ്രഹം നമുക്ക് പിന്നെ കേൾക്കാൻ പാടില്ല. ആഗ്രഹങ്ങൾ തീർക്കണം. അതാണ് വീഡിയോ കണ്ടാലോ? അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കാം. നമ്മളെ ചാനലിനെ കാണി മറക്കാം. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് പേജ് പോലെ മറക്കണം. നേരെ വീഡിയോയിലേക്ക് പോകാം. മുജീബക്ക നമ്മളെ സെക്കൻഡ് പാർട്ടിലെ ആയത്തോടെ അടിപൊളി റിഡ്സ് ആയിക്കോട്ടല്ലേ? ചെറിയ കായ് കൊടുക്കാൻ പറ്റിയ വണ്ടി. അലവിയിലുണ്ട്, ടച്ച് സ്ക്രീൻ ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ? ഇതിപ്പോ റിവേഴ്സ് ക്യാമറ ചെയ്തോ. ബ്ലാക്ക് എഡീഷൻ വണ്ടിയാണല്ലേ? ഞങ്ങളെ മോഡൽ എന്ന് പറഞ്ഞാല് പെട്രോൾ ആണ്. പെട്രോൾ വണ്ടിയാണ്. VXI മോഡലുണ്ട്. 2009 മോഡല്. 9 മോഡലുള്ളൂ. പുതിയ പേപ്പർ തന്നെ. 9 മോഡല് ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി. 5150 ഫാൻസി നമ്പർ ഉണ്ടല്ലേ? അടിപൊളി വണ്ടിയില്ലേ? VXI ആണ് ഓപ്ഷൻ വണ്ടില്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ പുതിയ വണ്ടിന്റെ ലുക്കിലാണ് ഇപ്പൊ നിലവിൽ കിടക്കുന്നില്ലേ? നല്ല ചൊറുക്കുള്ള വണ്ടി. ഡാഷ്ബോർഡ് ഒക്കെ ഒന്ന് കാട്ടി കൊടുക്കും. ഡാഷ്ബോർഡ് ഫുള്ള് പൊന്തല ഒരു എന്താ പറയാ, ഒരു പൂച്ചരോഗം മാറിയില്ലേ? എങ്ങനെ ഓടിക്കണേ? ഇത് ഓട്ടം 1ന്റെ മേലെന്തോ 1.5 ഓടിക്കണോ? ടച്ച് സ്ക്രീന് കാര്യങ്ങള്, റിവേഴ്സ് ക്യാമറ എല്ലാം ചെയ്ത AC ബസ് സ്റ്റാറിംഗ് 4 ഡോർ വിൻഡോ ഉള്ള വണ്ടിയില്ലേ? ഓണർഷിപ്പ് എത്രയാണോ? ഓണർഷിപ്പ് 3-4 എന്തായാലും ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ചെറിയ വിലന്റെ വണ്ടിയല്ലേ? 2009 വണ്ടി. മുന്തിരിക്കോലും കാര്യങ്ങളൊക്കെ അതും ഉണ്ട്. അലവിയില് കാര്യങ്ങൾ അതും ചെയ്തു. എല്ലാം ചെയ്തു. ടയർ കാര്യങ്ങൾ അതും ഉണ്ട്. 4 ടയറും ഫുള്ള് അതും ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ?
എന്നാ ഈ മോശം പറയാനൊന്നുമില്ല, മോശം എന്ന് പറയാനൊന്നുമില്ല. അയ്യോ, എന്നാ പറഞ്ഞ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മള് ചോദിക്കണൊക്കെ 1.85 ചോദിക്കണത്. 1,85,000 വണ്ടിക്ക് ചോദിക്കുണ്ട്. കുറച്ച് 1.45 കൊടുക്കാം. 1,75,000 റുപ്യക്ക് 9 മോളില് അലവീല് കാര്യങ്ങള് അതിനുള്ള മുതലുണ്ട്. അതിനുള്ള മുതലുണ്ടല്ലേ? വന്ന് കഴിഞ്ഞാൽ എന്തായാലും എടുക്കും. പെട്ടുകൊണ്ടാണ് കംപ്ലൈന്റ് വരില്ല. മൈലേജ് ഉണ്ടാവില്ലേ? മൈലേജ് ഉണ്ടാവും. എത്ര കിട്ടും മൈലേജ്? മൈലേജ് 16 കിട്ടും. 15-16 മൈലേജ് കിട്ടും. 1.25 ലക്ഷം റുപ്യക്ക് 9-29 പേപ്പറിൽ വണ്ടി കൊടുക്കാല്ലേ? അലവിലും റിവേഴ്സ് ക്യാമറ, ടച്ച് സ്ക്രീൻ എല്ലാം പരിപാടിയുള്ളത്. AC ഫാസ്റ്റ് ആൻഡ് 4 ഡോർ വിൻഡ് ഉള്ള വണ്ടിയില്ലേ? അടുത്തോണല്ല അടിപൊളി സ്പാർക്കില് ചെറിയ കായ്ക്ക് സ്പാർക്കാണ് കൊടുക്കല്ലേ? സാധാരണക്കാരൻ വണ്ടി. എങ്ങനെ മോളിലിരുന്നാല്? ഇത് 2010 വണ്ടി. 10 മോള് സ്പാർക്കാണല്ലേ? ഇത് ഓടിക്കണ പറയാൻ പറ്റുന്നാല്? ഓടിക്കണതൊക്കെ എത്താ 1ന്റെ താഴെ ഓടിണ്ടാവും. ടയറൊക്കെ ഫുൾ കട്ട് ടയർ ഉണ്ടല്ലോ? അതെ അതെ, കടുപ്പത്തൻ ടയറൊക്കെ ഇട്ട വണ്ടിയില്ലേ? 1ന് താഴെ ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണറോ നിലവിലുള്ളൂ അല്ലേ? എന്നാ റീപ്ലേസ് സെക്കൻഡോ തേർഡോ ആണ്. ആ ലെവലാണല്ലോ അല്ലേ? റീപ്ലേസ് കാര്യങ്ങൾ എന്ത് കേട്ടോ? റീപ്ലേസ് ഒന്നുമില്ലേ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നും ചെല്ലല്ലേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കണതാല്? ഇത് നമ്മള് ചോദിക്കണത് 75 റുപ്യ. വെറും 75,000 റുപ്യ അടിപൊളി സ്പാർക്ക് കൊടുക്കാല്ലേ? ഫുൾ കണ്ടീഷൻ വണ്ടിയാക്കാല്ലേ? എടുക്കുന്നവർക്ക് പണികള് കാര്യങ്ങളൊന്നും ഇല്ല. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ചെയ്യാത്ത വണ്ടിയില്ലേ? 4-2-3-4 പിന്നെ കുറച്ചോ? 75 വെച്ചാൽ 70,000 റുപ്യ പിന്നെ കൊടുക്കും. 70,000 റുപ്യ റെഡി കായ്ക്ക് വണ്ടി ഇറക്കാം. പെട്രോൾ അയക്കാൻ വരിക. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? മൈലേജ് അൾട്ടോന്റെ മൈലേജ് കിട്ടൂല. 18 ആ ലെവല് മൈലേജ് പറയാനല്ലേ? പഠിക്കാനും പറ്റും, ചെറിയ ഫാമിലിക്ക് പറ്റിയ വണ്ടിയില്ലേ? അടുത്ത വണ്ടി നല്ല അടിപൊളി നാനല്ലേ? എല്ലാം ചെറു വണ്ടികളില്ലേ? എങ്ങനെ മോഡൽ നാനല്ലേ? ഇത് 2017 വണ്ടി. 17 മോഡലുണ്ടോ? അപ്പൊ ടിസ്റ്റ് ആക്കാറല്ലേ? ടിസ്റ്റ്. എന്താ വണ്ടി ഓടിക്കാനൊക്കെ സുഖം. അടിപൊളി വണ്ടിയില്ലേ? 4 ടയറും പുതിയത് കേട്ടോ. കടുപ്പത്തൻ ടയർ 4 ഇട്ടോണോ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നും നോക്കണ്ട. ടയറിനൊക്കെ നോക്കണ്ടല്ലേ? ബാക്കിയുള്ളവർക്കൊക്കെ ഒന്നും നോക്കണ്ട. എങ്ങോട്ട് നോക്കണ്ട, എണ്ണ ചോദ്യം മാത്രം മതില്ലേ? എന്നാൽ AC ബസ്സാണെങ്കിൽ 2 ഡോർ വിൻഡ് ഒക്കെ വരുന്നുണ്ടല്ലേ? കമ്പനി സീറ്റ് കാര്യങ്ങളോ എല്ലാം ഉണ്ടാവുമല്ലേ? ഒക്കെ ഉണ്ട്. 2017 വൈറ്റ് കളർ ചോദിച്ചാണ് കുറെ ആൾക്കാർ വരലുണ്ട്. അങ്ങനത്തെ പറ്റിയ അടിപൊളി നാനാണ് മോഡലുണ്ട്. 17 മോഡലുണ്ടല്ലേ? ഇത് ചില സ്ഥലത്തൊക്കെ ടാക്സി ഓടുണ്ട്. അങ്ങനത്തെ പറ്റിയ വണ്ടിയാ. അങ്ങനത്തെ പറ്റിയ മൈലേജ് ഉള്ള വണ്ടി അതുപോലെയാണ് വൈറ്റ് ചോദിച്ചു വരല്. എത്ര ഓടിക്കണല്ലേ? ഇത് 2017 വണ്ടി 48,000 ഓടിയത്. സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. റീപ്ലേസ് ഉണ്ടോ? ഒരു പരിപാടി നല്ല വണ്ടിയാണ്. കമ്പനി സ്ഥലമുള്ള വണ്ടി എന്ന് പറയാലേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കും? ഇത് നമ്മൾ ചോദിക്കണം 1.55. 1.55 17 വണ്ടി. 17 വണ്ടിക്കാർ 1.50 ചോദിക്കും. 1.55. 15 വണ്ടി 1.40, 1.35 എല്ലാരും കൊടുക്കണ്ട. 17 വണ്ടി 1.55 ചോദിച്ചിട്ട് 45 കൊടുക്കും. കൊടുക്കാം. ഈ 15 വണ്ടിന്റെ വിലക്കൾ കൊടുക്കും. 17 വണ്ടിന്റെ 1,45,000 റുപ്യ അടിപൊളി ഡിക്കി എല്ലാ പരിപാടിയും ഓപ്പൺ ഉള്ള വണ്ടി കൊടുക്കാല്ലേ? ലോണ് വേറെ വണ്ടി ലോൺ നമ്മള് ശ്രീരാമൊക്കെ നോക്കാം. മാന ചെയ്ത് കൊടുക്കാറല്ലേ? ആവശ്യക്കാർക്ക് ചെയ്ത് കൊടുക്കാറ് 15,000 മുടക്കിന് വണ്ടി ഇറക്കം ചെയ്യാം. പെട്രോളത്തെ വില കിട്ടും. പെട്രോൾ നല്ല മൈലേജിലെ വണ്ടിയല്ലേ? 20 എന്തായാലും കിട്ടൂലേ? 20 മിനിമം പറയുന്നുണ്ട്. 20 മേപ്പെട്ട കസ്റ്റമർ ഓട്ടാണല്ലേ? 22 കിട്ടുന്നൊക്കെ പറച്ചില് ഉണ്ടല്ലേ? അടുത്താണല്ലോ അടിപൊളി ഐറ്റം ഗ്രാൻഡ് ആണത്. ഐറ്റം ഗ്രാൻഡ് എങ്ങനെ മോഡലുണ്ട്? ഇത് 13-14 കേട്ടോ. 13 മോഡല് 14 രജിസ്ട്രേഷൻ ഉള്ള ഐറ്റം ഗ്രാൻഡ് ആണല്ലേ? കിടിലം വണ്ടിയില്ല? കിടിലം വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1.19 അങ്ങനെ തോന്നുന്നു. 1,19,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സ്ഥലമുള്ള വണ്ടിയാണ്. റീപ്ലേസ് ചെയ്യാലോ? റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഒരു പരിപാടി ഇല്ല. ഓണർഷിപ്പ് എത്ര? ഷിപ്പ് 3-4 നിലവിലുള്ള അല്ലേ? ഏറ്റവും ഫുള്ളോടെ ആസ്റ്റേക്കല്ലേ? ടയറ് കാര്യങ്ങൾ എല്ലാം ഉണ്ടല്ലോ? എല്ലാം ഉണ്ട്. എല്ലാം കൊണ്ട് ഉഷാറുണ്ട്. 10-25 കിലോമീറ്റർ മൈലേജും കിട്ടും. മൈലേജ് എന്തായാലും കിട്ടും. ഡീസൽ 24 കിലോമീറ്റർ അല്ലേ? ലിവൻ അതേ മൈലേജ് കിട്ടുമല്ലേ? ഏകദേശം ഫുള്ളോണ് കയറ്റി കൊടുക്കും. കേറും. എന്നാ ചോദിക്കുന്ന റേറ്റ് എത്ര? ഇത് 3.25 ചോദിക്കണം നമ്മള്. 3.25 ലക്ഷം ചോദിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് കൊടുക്കും. 3.15 കൊടുക്കാം. 3.15 കൊടുക്കും ചെയ്യാം. മാക്സിമം ഫുള്ളാണല്ലേ? പൈസ മുടക്കാതെ വണ്ടി കൊണ്ടാകാം. ഫുൾ ഗ്യാരണ്ടി. ഡീസലിന് 20 വില മൈലേജ് കിട്ടും. 13 മോഡല് 14 രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയില്ലേ?
ഫുൾ ഗ്യാരണ്ടി ഹിസ്റ്ററിലെ വണ്ടി അതെ അതെ. അടുത്തോണ്ടുള്ള അടിപൊളി ഇറ്റിയോസ് ലീവല ഡാൾട്ടോൺ കളർ തന്നെ റെഡ് ആൻഡ് ബ്ലാക്കില്. എങ്ങനെ മോഡലായിരുന്നാല് ഇത് VST കേട്ടോ, ഏറ്റവും ഫുള്ളോട് വണ്ടിയില്ലേ? എങ്ങനെ മോഡൽ പറഞ്ഞാല് 19 മോഡല് 20 റേസർ. 19 മോഡൽ 20 രജിസ്ട്രേഷൻ അടിപൊളി ലീവ് ആണല്ലേ? 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആ ഓടിച്ചോളൂ, കറക്റ്റ് ഓട്ടേക്കാരല്ലേ? സർവീസ് കാര്യങ്ങളൊക്കെ ഹിസ്റ്ററൊക്കെ ഉള്ള വണ്ടി. ഇത് ഓണർഷിപ്പ് എത്രയാണോ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആയിട്ടുള്ളൂ അല്ലേ? എല്ലാം കൊണ്ട് ഉഷാർ വണ്ടിയില്ല. എത്ര വണ്ടി നമ്മൾ ചോദിക്കണെന്നാല് മാക്സിമം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കട്ടോ. മാക്സിമം ലോൺ ഫുൾ ലോൺ കയറും വരെ? ഫുൾ ലോൺ ഏകദേശം ഒക്കെ കയറാല്ലേ? ചോദിക്കുന്ന റേറ്റ് എത്ര? ചോദിക്കണത് നമ്മള് 8,55,000 നല്ല അടിപൊളി ലിവക്ക് ചോദിക്കണ്ട്. അതിലെന്തെങ്കിലും കുറച്ച് കൊടുക്കാം നമുക്ക്. ലോൺ മാക്സിമം കയറൂലേ? ഇത് നമുക്ക് 8,45 കൊടുക്കാം. 17,000 കുറച്ചു. 19 മോഡലാണ്. 19 മോഡലുണ്ട്. 20 റേസർ ഉണ്ട്. ഉണ്ടല്ലേ? 8,55,000 8,40,000 കൊടുക്കാം മാക്സിമം ലോണല്ലേ? നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ ഞാൻ തിരുപ്പതി നടക്കും. റെഡി ക്യാഷ് അറിയതാണല്ലേ? മാക്സിമം ലോൺ 15,000 മുടക്കിന് വണ്ടി എടുക്കാമല്ലേ? ഡീസൽ അല്ലേ? എത്ര മൈലേജ് കിട്ടും? ഇത് മൈലേജ് എന്തായാലും 24 കിട്ടും. എന്തായാലും കിട്ടും. ധൈര്യം പറയാം, ധൈര്യം പറയാം. അടുത്തോണല്ല അടിപൊളി സടാ വണ്ടിയില്ലേ? സണ്ണിക്കുട്ടനല്ലേ? എങ്ങനെ മോഡലായിരുന്നാലേ? സണ്ണിക്കുട്ടൻ മണിച്ചതായി പറയണ സണ്ണിക്കുട്ടൻ. സണ്ണിക്കുട്ടൻ 4,200 നമ്പർ എന്നില്ല. KL40 എങ്ങനെ മോഡലുണ്ട്? ഇത് 2012 കേട്ടോ. 12 മോഡലാണ് സണ്ണി വരുന്നത്. XV ആണ് കേട്ടോ. ഏറ്റവും ഫുൾ ഫുള്ളോട് വണ്ടി. അലവില് കാര്യങ്ങളൊക്കെ വരും. ബട്ടൺ സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്ന വണ്ടിയില്ലേ? അതെ അതെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 1,21 കറക്റ്റ് സർവീസിലുണ്ട് കേട്ടോ. 1,21. 1,29,000 കിലോമീറ്റർ അല്ലേ? കറക്റ്റ് കമ്പനി ഹിസ്റ്ററിലെ വണ്ടിയില്ല. നല്ല വൃത്തിയുള്ള കിടിലം വണ്ടി എന്ന് പറയാം. സീറ്റാർ ഇന്ത്യൻ കാര്യങ്ങളൊക്കെ ഉഷാറിലെ വണ്ടി. റിവേഴ്സ് ക്യാമറ സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ടല്ലോ അല്ലേ? എടുക്കുന്നതൊക്കെ പ്രത്യേകിച്ച് പണികളൊന്നും നടക്കണ്ടല്ലേ? ലെഗ് പൈസ് കാര്യങ്ങൾ അതും ഉണ്ടല്ലോ? എല്ലാം ഉണ്ട് ഉഷാറ്. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണതാലേ? ഇത് നമ്മൾ ചോദിക്കണതേ 2,95,000 നമ്മൾ ചോദിക്കുന്നത്. 2,95,000 നിസാൻ സണ്ണിക്ക് ചോദിക്കുന്നുണ്ട്. 2,85,000 കൊടുക്കാം. 10,000 കുറച്ചു. 2,85,000 സണ്ണിന് കൊടുക്കാം. ഈ വില പറഞ്ഞു ചെയ്തോട്ടല്ലോ. അതാറുണ്ട്. ലോൺ എത്ര കയറുന്നാല്? ലോണ് തിമ്മല് 2,400 കയറും. 2,400 ലോൺ കയറും. എന്തായാലും 15,000 മുടക്കാണ്ടെങ്കിൽ നല്ല അടിപൊളി സണ്ണി കൊണ്ടാകാം. സണ വണ്ടി കൊണ്ടാകാല്ലേ? അടുത്ത വണ്ടി നല്ല അടിപൊളി വോക്സ് വാഗന്റെ പോളല്ലേ? ചെറിയ കായ് കൊടുക്കാൻ പറ്റാണ്ട്. ഫാൻസി നമ്പർ ഉണ്ടല്ലേ? ചെറിയ കായ് നല്ല 2014 16 മോഡലുണ്ടല്ലേ? 72 ഫാൻസി നമ്പർ ഉണ്ട്. ചെറിയ കായല്ലേ? ചെറിയ മുടക്ക് കൊടുക്കാല്ലേ? എന്നാ മോഡൽ പറഞ്ഞാണേ. മോഡൽ 2014 മോഡല്. 14 മോഡല് ഏതാ ഓപ്ഷൻ? ഫുൾ ഓപ്ഷൻ ഐലൈനാ? ഏറ്റവും ഫുൾ ഓൺ ഉണ്ടല്ലേ? സെക്കൻഡ് ഓണർ 1,16 കറക്റ്റ് ഓട്ടോ. ഹിസ്റ്ററിലെ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി കേട്ടോ. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. കമ്പനി ഹിസ്റ്ററി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയില്ലേ? അതെ. തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി. എത്രയാണ് ഈ പോളൊക്കെ ചോദിക്കണതാലേ? ഈ പോളൊക്കെ നമ്മൾ ചോദിക്കണത് 4,40. എത്ര? 4,40,000. 4,40,000 പോളൊക്കെ ചോദിക്കുന്നത്. 14 മോഡല്. എന്തായാലും കുറച്ച് കൊടുക്കൂലേ? നമുക്ക് 4,400 കൊടുക്കാം. 4,40 4,400 കൊടുക്കും. 3,300 ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം വരും. 50,000 മുടക്കാണ് അടിപൊളി വോക്സ് വാഗൻ പോള കൊണ്ടുപോകാം. ഐലൈനാണ്. ഡീസലാ പെട്രോളാ? ഡീസൽ. എത്ര മൈലേജ് കിട്ടും? മൈലേജിന്റെ രാജാവല്ലേ? രാജാവാണ്. നല്ല മൈലേജ്, നല്ല പവർ ആണല്ലേ? അതാണ് പറയുന്നത്. 22 എന്തായാലും മൈലേജ് എന്തായാലും കിട്ടും. നേരിട്ട് പറയും ചെയ്യാം. വേറെ മേജർ കാര്യങ്ങൾ റീപ്ലേസ് ഒന്നും ചെയ്യാത്തുണ്ട്. ഹിസ്റ്ററിലുണ്ട്. അടിപൊളി അൾട്ടോ 800 എങ്ങനെ മോഡലുണ്ട്? ഇത് 2019 മോഡല് 20 റേസറിലുണ്ട് കേട്ടോ. 19 മോഡൽ 20 രജിസ്ട്രേഷനുള്ള ന്യൂ ഷേപ്പ് വണ്ടില്ല? ABS എയർ ബാഗ് വരുന്നുണ്ട്. എയർ ബാഗ് വരും. സെക്കൻഡ് ഓണർ 48,000 ഓട്ടം. സെക്കൻഡ് ഓണർഷിപ്പ് ഓടിയിട്ടുള്ളൂ. ചെറിയ ഓട്ടം ഓടിയിട്ടുള്ളൂ. ലോക്കൽ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പൊ കറക്റ്റ് കമ്പനി ഹിസ്റ്ററൊക്കെ ഉള്ള വണ്ടി. ഷോറൂമിൽ വരെ ഈ വണ്ടി കിട്ടൂല. നമ്മടുത്ത് വന്നാ കിട്ടും. ലോക്കൽ കിലോമീറ്റർ ഓടിയ കറക്റ്റ് കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. എയർ ബാഗ് ഒക്കെ വരുന്ന വണ്ടില്ലേ? ഒരു എയർ ബാഗ് വരുള്ളൂ. ABS കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടില്ലേ? AC ബസ്റ്റാണെങ്കിൽ 2 ഡോർ വിൻഡ് അതും വരും. അതെ. എന്നാ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം? അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ ചോദിക്കണം 3,10,000. 3,10,000 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കും. 2,95,000 കൊടുക്കാം.
2.95 ഫൈനലായിട്ട് കൊടുക്കാം. ഫൈനലായിട്ട് കൊടുക്കാം. ലോൺ എത്ര കയറും? ഫുൾ ലോണാ? ലോണ് 2.25 ലോൺ കയറും. മാക്സിമം ലോൺ കയറും. ധൈര്യമായിട്ട് പറയാലേ? വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ലാത്ത അടിപൊളി വണ്ടിയില്ല. അടിപൊളി വണ്ടി. എണ്ണ അടിച്ചോടെ മാത്രം മതി. അടുത്തോടെ അടിപൊളി ഫോർഡ് ഫിഗോ പെട്രോളില് നല്ല ബോഡി വെയിറ്റിലെ വണ്ടിയില്ലേ? അതെ. എങ്ങനെ മോഡലായിരുന്നാല്? ഇത് 2015-16. 15 മോഡല് 16 രജിസ്ട്രേഷൻ ആണ്. 3993 നമ്പർ ഉണ്ടല്ലോ അല്ലേ? നല്ല ഫാൻസി നമ്പർ. ഫാൻസി നമ്പർ കിടില വണ്ടി എന്ന് പറയാലേ? 15-16 മോഡൽ രജിസ്ട്രേഷൻ വണ്ടി. ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ആണ്. ഉറപ്പ് മുടക്കണ്ട. ഇത് ഓപ്ഷൻ ചിലപ്പോ അങ്ങോട്ട് കിട്ടും. ക്യാഷ് ബാക്ക് ഉണ്ടല്ലോ? ഇത് ഓപ്ഷൻ ആയിരുന്നു. ഇത് ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ടൈറ്റാനിയം പെട്രോൾ ആട്ടോ വണ്ടി. പെട്രോൾ ആണ്. അലവില് കാര്യങ്ങളൊക്കെ കമ്പനി വരുന്നല്ല. അടിപൊളി വണ്ടിയില്ലേ? ഇത് ഓടിക്കണ എത്ര നാല്? എത്ര കിലോമീറ്റർ ഓടിക്കണോ? ഇത് കിലോമീറ്റർ ഓടിയത് 78,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓടിയിട്ടുള്ളൂ. കറക്റ്റ് പ്രോപ്പർ ഹിസ്റ്ററിലും ഉണ്ടല്ലേ? ഓണർഷിപ്പ്? ഓണർഷിപ്പ് സിംഗിൾ ഓണർ നിലവിലുള്ളല്ലേ? ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? എല്ലാം കൊണ്ട് ഉഷാറുണ്ട്. ചോദിക്കണ റേറ്റ് എത്ര നാല്? ഇത് നമ്മള് 2.25 ചോദിക്കണേ. 2,55,000 ഫോർഡ് ഫിഗോ കൊടുക്കാം. ഫുള്ളോടെ ഉണ്ട്. 2.60 കൊടുക്കാം. ലോണ് ഫുള്ളാണ്. 2.25 വെച്ച വണ്ടിക്ക് 2.60 ഫൈനലായിട്ട് കൊടുക്കും. അത് ഉറപ്പ് മുടക്കാതെ മുടക്കണ്ട. പൈസ മുടക്കാതെ വണ്ടി ഉണ്ടാക്കാം. പെട്രോൾ ആകുമ്പോൾ എത്ര വില കിട്ടും? പെട്രോൾ ആകുമ്പോ 15-16 ആ ലെവലില് മൈലേജ് കിട്ടുമല്ലോ. നല്ല ബോഡി വെയിറ്റ് ഉള്ള പവറുള്ള വണ്ടി. മുജീബ് അടുത്തോണ്ടല്ല അടിപൊളി ബ്രസൽ അവര് എക്സ്യൂവിലെ മാരുതിന്റെ എക്സ്യൂ ആണ് ബ്രസ് വരുന്നത്. എങ്ങനെ മോഡലായിരുന്നാല്? ഇത് 2016 ZDI. 16 മോഡൽ ZDI ആണല്ലേ? ഏറ്റവും ഫുള്ളോടെ ഉണ്ടല്ലേ? ഫുള്ളോന്റെ താഴെ. ഫുള്ളോന്റെ താഴെ അവന്റെ ZDI പ്ലസ് ഉണ്ടല്ലേ? എന്നാ എത്ര ഓടിക്കണം അങ്ങനെയാണെങ്കിൽ? ഇത് 1.34 ഓടിയുണ്ട്. കറക്റ്റ് പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ടോ? ഉണ്ട്. ധൈര്യമായിട്ട് പറയാലേ? 4,300 നമ്പർ ഉണ്ടല്ലോ അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി നിലവിലുള്ളല്ലേ? എന്നാ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടിയില്ല. ധൈര്യമായിട്ട് പറയാ. എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണ വില അങ്ങനെയാണെങ്കിൽ? ചോദിക്കണ നമ്മള് വണ്ടിക്ക് ചോദിക്കണ വില 6.60 6,60,000 ZDI കൊടുക്കാല്ലേ? 40 കൊടുക്കാം നമുക്ക്. പിന്നെ കുറച്ചോ? 6,40 കൊടുക്കാല്ലേ? മാക്സിമം വില കുറച്ചാൽ കൊടുക്കാമല്ലേ? ആളുകൾ എന്നാ പറ്റി കഴിഞ്ഞാൽ കുറച്ചുകൊണ്ടേയിരിക്കും. ലോൺ എത്ര കയറുന്നാല്? ലോണ് എന്റെ അഭിപ്രായം 6ന്റെ അടുത്ത് ലോണും കയറും. മാക്സിമം ലോൺ കയറും. വെറും 10-40 30 മുടക്കിലൊക്കെ വണ്ടി ഇറക്കാം. ഡീസൽ ആകുമ്പോൾ മൈലേജ് കിട്ടും. ഡീസലാകുമ്പോ 18-20 മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും. നല്ല അടിപൊളി മൈലേജിലുള്ള വണ്ടിയില്ല. ചെറിയ മുടക്കിൽ വലിയൊരു വണ്ടി ഉണ്ടാവാല്ലേ? ഓക്കെ. എന്നാ അടുത്തുള്ള അടിപൊളി സ്വിഫ്റ്റ് ഡിസയർ 2010 മോഡൽ കേട്ടോ. 10 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ 31-21 നമ്പർ ഉണ്ട്. ഒരു വീഡിയോ ആണ്. ഫാൻസി നമ്പർ ഉണ്ടല്ലോ അല്ലേ? ടയർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയില്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണല്ലേ? കിലോമീറ്റർ 1ന്റെ മേലെ ചില്ലറ ഓടിക്കണം. 1ന്റെ മേലെ ഓടിക്കണോ? ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ നിലവിലുള്ളത്. 2010 വണ്ടി. റീപ്ലേസ് എന്നാല്? റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരു പരിപാടി ചേർത്തല്ല. കിടിലം വണ്ടിയില്ലേ? കിടിലം കിടക്കാച്ച വണ്ടി എന്ന് പറയാം. അതെ. പേപ്പർ ആയിട്ടില്ലല്ലോ? പേപ്പർ ആയി തുടങ്ങി. 4-5 മാസം ഉണ്ടാവും. 4-5 മാസം കൂടെ പേപ്പർ ഉണ്ട്. വിലക്ക് നമുക്ക് കൊടുക്കാം. എത്ര രൂപയ്ക്കുണ്ട്? ഇതിപ്പോ 2010 വണ്ടി പേപ്പറുള്ള വണ്ടിയാണെങ്കിൽ 2.25 2.20 അല്ലേ അതിന്റെ വില? പേപ്പറുള്ള വണ്ടിക്ക് ഇത് നമുക്ക് 1.80 കൊടുക്കാം. 1,80,000 പേപ്പർ എടുത്തിട്ടല്ലോ? 1.25 കൊടുക്കാം. പേപ്പർ എടുത്തുകാണ്ട? പേപ്പർ എടുക്കാതെ ആകെ 10 രൂപ ചെലവ് വരുള്ളൂ. പേപ്പർ എടുക്കാതെ 1,70,75,000 നല്ല അടിപൊളി 10 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ കൊടുക്കാം. കിടിലം വണ്ടിയില്ലേ? 2008ന്റെ വില കൊടുക്കാം. 8ന്റെ വിലക്കാണ് 10 മോഡൽ കൊടുക്കണ്ടേ. ഇനി പേപ്പർ എടുക്കാൻ 10 രൂപ വരുള്ളൂ. എന്തായാലും രണ്ടിനും കീപ്പട്ടായിട്ട് വരുള്ളൂ. ഡീസൽ എത്ര മൈലേജ് കിട്ടും? 1.25 കൊടുത്താല് 11 രൂപ പേപ്പറും 1.86. എന്തായാലും രണ്ടിനും ഉള്ളിലേ വരുള്ളൂ. ഇത് ഡീസലാകുമ്പോ നല്ല മൈലേജ് ഉണ്ടാവും ഉണ്ടല്ലേ? വേറെ മേജർ ആക്സിഡന്റ് അങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യില്ല. എല്ലാം ഉഷാറ് വണ്ടിയില്ലേ? ലോണ് വണ്ടികൾക്ക് നമുക്ക് ശ്രീരാമോ സേട്ടോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. എത്ര കയറും? ഒരു 1.5 കയറുമോ? 1.5 കയറും. 1.25 കയറും. ആ ലെവല് കയറുമല്ലേ? എന്തായാലും 10,000 മുടക്കുന്ന വണ്ടി എടുക്കാം. ചെറിയ കായ്ക്ക് വലിയൊരു വണ്ടി എടുക്കാം. അടുത്തോണ്ടല്ല അടിപൊളി 7 സീറ്റ് അർട്ടിക്കല കിടില വണ്ടി എന്ന് പറയല്ലേ? ഞങ്ങളുടെ മോഡലുണ്ട്. ലേറ്റർ ചെയ്ത വണ്ടിയാണല്ലോ. എങ്ങനെ? 2015 മോഡല്. 15 മോഡല് ഗ്രേ കളർ ആണ്. 80-84 നമ്പർ ഉണ്ടല്ലോ. ഫാൻസി നമ്പർ ഉണ്ട്. ഇത് ഓപ്ഷൻ വരുന്നതല്ലേ? ഡീസൽ വണ്ടിയില്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1ന്റെ മേലെ എന്തോ ചില്ലറ ഓടിക്കണം കേട്ടോ. ഓടിക്കണോ?
ആ ഒന്നിന്റെ മേലെ. ഓണർഷിപ്പ് എത്ര കൊടുത്താല്? ഓണർഷിപ്പ് സെക്കൻഡോ തേർഡോ ആണ് നിലവിലുള്ളത്. വേറെ റീപ്ലേസ് കൊടുത്താല്? ഒന്നുമില്ല. റീപ്ലേസ് മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത വണ്ടി. ഒന്നുമില്ല. എല്ലാം കൊണ്ട് ഉഷാർ കിടിലം വണ്ടി അറിയാലേ? കിടിലം വണ്ടി. എട്ടൊക്കെ അടിച്ചു പിന്നി പോകാലല്ലേ? നല്ല എഞ്ചിൻ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. എല്ലാം ഉള്ള വണ്ടി. ഇതിന് കമ്പനി സ്റ്റർ ഉണ്ടോ? കമ്പനി സ്റ്റർ ഉണ്ടാവും. ഉള്ള വണ്ടിയാ. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഒക്കെ ഉണ്ട്. എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണെങ്കിൽ നമ്മള് ചോദിക്കണം 5,4. 5,4 ലക്ഷം ചോദിക്കുന്നുണ്ട്. അതില് കുറച്ച് കൊടുക്കും. നമുക്ക് 5,10 കൊടുക്കാം. 15,000 കുറച്ചു. 5,10,000 അടിപൊളി 7 സീറ്റ് മാക്സിമം ലോൺ കിട്ടും. മാക്സിമം ആണ്. ഒരു 10,000 ഇറങ്ങുമോ? ഇറങ്ങും. 50,000 മുടക്കില്ല. അടിപൊളി 7 സീറ്റ് ചെലപ്പോ പൈസ ഇല്ലാതെ ഇറങ്ങും. ഇറങ്ങൂലേ? പറഞ്ഞില്ലേ നല്ല പ്രൊഫൈൽ മാക്സിമം ലോൺ ആണല്ലേ? മാക്സിമം ലോൺ 40-50 കണ്ടോട്ടെ. ഒരു ആവറേജ് കണക്ക് പറയാലേ? ഡീസൽ മാത്രം മൈലേജ് കിട്ടും. ഡീസലാകുമ്പോ 18-20 മൈലേജും കിട്ടും. 7 സീറ്റ് അല്ലേ? ഓക്കെ. അടുത്താണല്ലോ അടിപൊളി മാരുതിന്റെ SS4 എങ്ങനെ മോഡല്? 2011 മോഡല്. 11 മോഡല് 9254 നമ്പർ ആയിട്ടില്ലേ? ഇത് ഓപ്ഷൻ വരുന്നതല്ലേ? ഡീസൽ കൊണ്ട് തന്നെയാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 1 സംതിങ് ഓടിയുണ്ട്. 1 സംതിങ് ഓടിയുണ്ട്. ഓക്കെ. ഓണർഷിപ്പ് കാര്യങ്ങള്? ഓണർഷിപ്പ് ഇത് തേർഡ് ഓണർ നിലവിലുള്ളത്. നമ്മുടെ പേരിലാട്ടോ വണ്ടി. നമ്മളെ പേരിലാണ് വണ്ടി. നിങ്ങളെ പേര് തന്നെയാണ്. അപ്പൊ മാറാനൊന്നും ചേരാ. സീറ്റ് അത് കാര്യങ്ങളൊക്കെ നമ്മൾ ഉസാറാക്കി അടിപൊളിയൊക്കെ ചെയ്തോണ്ടില്ല. കിടിലം വണ്ടി എന്ന് പറയാനല്ലേ? എത്ര വണ്ടി നമ്മള് ചോദിക്കണതാലേ? ചോദിക്കണ നമ്മള് 1.90 ചോദിക്കുന്നുണ്ട്. 1,90,000 ചോദിക്കുന്നുണ്ട്. 1.45 കൊടുക്കാം. 1.45 കൊടുക്കാം. 1.90 വെച്ച വണ്ടിക്ക് 1.45 കൊടുക്കാല്ലേ? ലാഭം കുറഞ്ഞാലും ആൾക്കാർക്ക് നല്ല വണ്ടി കൊടുക്കാം. ലോൺ ഒരു 1.30 കൊടുക്കാം. ലോൺ കയറുക? ഒരു 50,000 അല്ലെങ്കിൽ 40,000 മുടക്കിലിറക്കാല്ലേ? സടാ വണ്ടി. ഇത് ഡീസൽ അല്ലേ? ഡീസൽ. എത്ര മൈലേജ് കിട്ടും? മൈലേജ് 18. ഇതൊക്കെ സ്വിഫ്റ്റും ഇതൊക്കെ സെയിം ഇഞ്ചിനാണ്. ഇഞ്ചൻ അല്ലേ? കുറച്ച് നീളം കൂടുന്നുള്ളൂ. നീളം കൂടും. വെയിറ്റില്ല വണ്ടിയാ. വേറെ പണികള് കാര്യങ്ങള് റീപ്ലേസ് ഒന്നും ഇല്ലാത്ത അടിപൊളി SS4 ഉഷാർ വണ്ടി അല്ലേ? മാക്സിമം ലോണിൽ വണ്ടി കൊടുക്കാം. ഇവക്ക് അടുത്താണല്ലോ അടിപൊളി സ്കോർപിയോ 7 സീറ്റ് വണ്ടിയിലെ. ഇതും ചെറിയ കൈ കൊടുക്കാം. 2008 മോഡല്. 2008 മോഡൽ സ്കോർപിയോ അല്ലേ? 28 വരെ പേപ്പർ. എല്ലാവരും ക്ലിയറാ? CRDI ആണല്ലേ? ഉണ്ടോ? 4 ടയറും ഫുള്ള്. ഇതിന്റെ ഒക്കെ പിന്നെ എന്താ ടയറാ നോക്കേണ്ടി കേട്ടോ. ടയറിനാണ് ഇതിന്റെ ഒക്കെ പൈസ. ടയറിനാണ് കായില്ലേ? ബോഡിയും കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? എത്ര ഓടിക്കണെന്നാലേ? ഓടിയത് 1ന്റെ മേലെ 55 അങ്ങനെ എന്തോ ഓടിക്കണല്ലേ? CRDI ആണ് ഇഞ്ചൻ പറ്റില്ലേ? ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? ഓണർഷിപ്പ് തേർഡ് ഓണറോ അങ്ങനെ എന്തോ ആണ് നിലവിലുള്ളത്. വേറെ റീപ്ലേസോ മേജർ ആക്സിഡന്റ് ഫുള്ളാണല്ലേ? ഫുൾ കണ്ടീഷൻ ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാലല്ലേ? സീറ്റാറ് കാര്യങ്ങളൊക്കെ ഉഷാറാണ്. ഏയൊക്കെ അടിച്ചു പിന്നെ പോകാലല്ലേ? 10 പോകാം. നല്ല കുത്തി പൊളിച്ച് പോകാലല്ലേ? ബാക്കിൽ തന്നെ 2 4 4 പോകാം. 4 ഇവിടെ സെന്ററിൽ 4 മുമ്പിൽ 2. എല്ലാം കൂടെ ഉഷാറാണ് പോകാം പറയാലല്ലേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കണതല്ലേ? നമ്മള് 2.25 ചോദിക്കുന്നുണ്ട്. 2,25,000 അടിപൊളി സ്കോർപിയോ ആണ്. 8-10 പോകാൻ പറ്റിയ വണ്ടി. 2.15 കൊടുക്കാം. 2,20,000 കുറച്ച് 2,15,000 കൊടുക്കാം. 10,000 കുറച്ച്. എത്ര? 30. 15 കൊടുക്കാം. ഓക്കെ. 2,15,000 കൊടുക്കാം. 10,000 കുറച്ചാണല്ലേ? അതെ. ഫുൾ ഗ്യാരണ്ടി വണ്ടി കൊടുക്കാം. നമുക്ക് ചെറിയ ലോണൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അത് വേറെ കയറും. ശ്രീരാമൊക്കെ ചെയ്ത് കൊടുക്കാം. പേപ്പർ എത്ര വരെ ഉണ്ട്? പേപ്പർ 2028 വരെ ഉണ്ടാവും. ഇപ്പൊ എല്ലാ പേപ്പറും ക്ലിയർ. നിലവിൽ ക്ലിയർ ആണ്. ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഡീസലാകുമ്പോ 13 കിലോമീറ്റർ മൈലേജ് ഒക്കെ ഉണ്ടാവും. എന്തായാലും 96 ഒരു അനക്കം കൂടി ഉണ്ടാവുമല്ലേ? എന്തായാലും 13 മൈലേജ് പറയാല്ലേ? കാരണം പണികള് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി. അടുത്ത വണ്ടല്ല അടിപൊളി A-സ്റ്റാറിലെ മാരുതിന്റെ ചെറുവണ്ടി. എങ്ങനെ മോഡല്? 2010 മോഡല് K സീരീസ് ഇഞ്ചനാട്ടോ. 10 മോഡല് K സീരീസ് ഇഞ്ചൻ വരുന്നുണ്ട്. 2 ഇഞ്ചൻ വരുന്നുണ്ട്. ഒന്ന് പഴയ മോഡൽ ഇഞ്ചനും വരുന്നുണ്ട്. K സീരീസ് ഇഞ്ചനും വരുന്നുണ്ട്. അതിൽ K സീരീസ് ഇഞ്ചൻ വരുന്നതാണ്. നല്ല പവർ K സീരീസ് ഇഞ്ചൻ വരുന്നതാണ്. മൈലേജ് കൂടുതൽ വേഗണറിനൊക്കെ വരുന്ന ഇഞ്ചനാണ്. വേഗണറല്ലേ? അതേ ഇഞ്ചൻ തന്നെ വരുന്നില്ലേ? 2018 വരെ അല്ലേ വേഗണറിൽ വരുന്ന ഇഞ്ചനാണ് ഇതിന് വരിക. അതെ. അതുകൊണ്ട് മൈലേജും ഉണ്ടാവും. എല്ലാം കൊണ്ട് ദമ്മും ഉണ്ടാവും. സീറ്റാറ് കാര്യങ്ങൾ ഉഷാറാണ്. ടയർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയില്ലേ? ഇല്ല വണ്ടി. ഓടിക്കണ എത്ര നാല്? ഇത് ഓടിക്കണത് ആകെ 78,000 ഓടിയിട്ടുള്ളൂ. ആ ഓടിച്ചോളൂ.
ഓണർഷിപ്പ് ഗൾഫാരന്റെ എടുത്തിരുന്നു കുറച്ച് നിർത്തിയിട്ടോ ഗൾഫാരന്റെ വണ്ടിയാണ് KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടിയില്ലേ ഫാൻസി നമ്പറാണ് ഏകദേശം ഒക്കെ ചെറിയ 1442 അതാണ് എന്നാ ചോദിക്കാൻ റേറ്റ് എന്ന് പറഞ്ഞാൽ 135 കൊടുക്കാം 135 കൊടുക്കാം 1,30,000 കൊടുക്കാം പിന്നെ കുറച്ച് 5 1,30,000 ഫൈനൽ വില കൊടുക്കാം അതെ എന്നാ ലോൺ ഉള്ളത് ലോൺ നമുക്ക് കയറ്റി കൊടുക്കാം എത്ര കയറുമ്പോ വലിയ ബാങ്ക് ഒന്നും കയറില്ല ശ്രീരാമ സീറ്റൊക്കെ കയറും കയറ്റി കൊടുക്കാം നമുക്ക് ആളുകൾ വന്നാ പ്രൊഫൈൽ 70-75 റുപ്യ ലോൺ കയറൂല്ലേ എന്തായാലും 10-50 രൂപ മുടക്കിന് വണ്ടി ഇത് പെട്രോൾ ആകുമ്പോ എത്ര മൈലേജ് കിട്ടും പെട്രോൾ ആകുമ്പോ 18 കിലോമീറ്റർ കിട്ടും എന്തായാലും മൈലേജ് കിട്ടും വേഗണന്റെ ഇഞ്ചനാണ് മൈലേജ് കൂടിയ K സീരീസ് ഇഞ്ചനാണ് ഓക്കെ ഇത് ഓണർഷിപ്പ് സിംഗിൾ തന്നെ സെക്കൻഡ് നിലവിലുള്ള വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല ഒരു റീപ്ലേസും ഇല്ല ഇല്ലാത്ത അടിപൊളി വണ്ടി അല്ലേ അടിപൊളിയാണ് ഓക്കെ അടുത്താണ് അടിപൊളി സ്വിഫ്റ്റ് ഡിസയർ സ്വിഫ്റ്റ് ഡിസയർ ആണ് വെള്ള കളർ വരുന്നില്ലേ 2012 മോഡൽ കേട്ടോ 12 മോഡൽ ഉണ്ട് അല്ലേ കടുപുത്തൻ ടയർ എന്നൊക്കെ പറയാലല്ലേ അമ്മാരി സാധനം ഇത് ഓപ്ഷൻ ആയിരുന്നു തന്നെ ഡീസൽ വണ്ടി അല്ലേ KL14 ആണല്ലേ 79-58 നമ്പർ ഉണ്ട് ഇത് എത്ര ഓടിക്കണേ ഏതോ ഒന്നിന്റെ മേലെ ചില്ലറ ഓടിക്കണം കേട്ടോ ചില്ലറ ഓടിക്കണോ ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് 3-4 ആയിക്കണു തോന്നുന്നു ആ ലെവലിലായിക്കണല്ലേ സീറ്ററിന്റെ കാലങ്ങളൊക്കെ ഉഷാറാണല്ലേ അതെ അതെ എല്ലാം കൂടി ഉഷാറിലാണ് എല്ലാം ഉഷാർ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണേ ഇത് നമ്മൾ ചോദിക്കണത് 3-10 ചോദിക്കുന്നുണ്ട് 3-10 ചോദിക്കുന്നുണ്ട് ആ തെറിച്ചിക്കണ 10 ഓർക്കോ തെറിച്ചിക്കണ 10 അല്ല 15 ഓർക്കാം കൊടുക്കാം അപ്പൊ 2,95 കൊടുക്കാം 2,95,000 അടിപൊളി സ്വിഫ്റ്റ് ഡിസയർ ഫുൾ കട്ട വണ്ടിയില്ലേ കട്ട വണ്ടി സീറ്റുകാരും കാര്യങ്ങളൊക്കെ കാട്ടി കൊടുക്കും എല്ലാം ഉഷാറാണ് സീറ്റുകാർ കാര്യങ്ങളൊക്കെ അടിപൊളിയൊക്കെ ചെയ്ത വണ്ടി എണ്ണ അടിച്ച് ഓടിയാൽ മാത്രം മതിയല്ലോ എണ്ണ അടിച്ച് ഓടിയാൽ മാത്രം ലോൺ എത്ര കയറുന്നോ ഇതിമേ ലോണ് 2.25 ലോൺ കയറും മാക്സിമം ലോൺ ലോൺ അപ്പൊ ഫുൾ ലോൺ തന്നെ പറയാല്ലേ പറയാം നല്ല പ്രൊഫൈൽ ഫുൾ ലോൺ അല്ലെ ഒരു 10,000 മുടക്കിൽ സ്വിഫ്റ്റ് ഡിസയർ കൊണ്ടാ ഡീസൽ വണ്ടി നല്ല മൈലേജ് വണ്ടി അല്ലേ നല്ല മൈലേജ് വണ്ടി വീണ്ടും അൾട്ടോ 800 അല്ലേ ഗ്രേ കളറ് അതെ എങ്ങനെ മോഡലുണ്ട് ഇത് 2018 മോഡൽ 18 മോഡൽ അൾട്ടോ 800 ആണ് 19 രജിസ്ട്രേഷൻ ഉണ്ട് VXI വരണ്ടേ അല്ല LXI ഉണ്ടല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 93,000 കിലോമീറ്ററോ കറക്റ്റ് സർവീസിലുണ്ട് കേട്ടോ 90,000 വണ്ടിയാണ് കറക്റ്റ് കമ്പനി ഹിസ്റ്ററിലുണ്ട് ഓണർഷിപ്പ് എത്രയാണ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വരുള്ളൂ ഹിസ്റ്ററൊക്കെ ഉള്ള വണ്ടിയില്ലേ റീപ്ലേസ് ഉണ്ടോ ഒന്നുമില്ല ഒരു പരിപാടി സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ അടിപൊളിയാ എല്ലാം കൊണ്ടും മിയ വണ്ടി ഷോറൂം കണ്ടീഷനിലൊക്കെ ഉണ്ടാകാം ടയറ് കാര്യങ്ങൾ അതും ഉണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കണതാലേ ഇത് നമ്മൾ ചോദിക്കണതേ 2.85 നമ്മൾ ചോദിക്കണത് 2,85,000 അൾട്ടണ്ണൂർ 18-19 രജിസ്ട്രേഷൻ വണ്ടി കൊടുക്കാം 2.70 കൊടുക്കാം നമുക്ക് ലാസ്റ്റ് 2.70 കൊടുക്കും ചെയ്യാം ലോൺ എത്ര ഫുൾ ലോണപ്പോ ലോൺ ഏകദേശം ഫുൾ ലോൺ കേറും നല്ല പ്രൊഫൈലാണ് ഈ ഫുൾ ലോണ് അല്ലെങ്കിൽ 10,50,000 മുടക്കിൽ അൾട്ടണ്ണൂർ കൊണ്ടാവല്ലേ ഉഷാർ വണ്ടിയില്ലേ മുജീബ് അടുത്താണല്ലോ അടിപൊളി റെഡ് കളർ സ്വിഫ്റ്റ് ആണല്ലോ 2009 മോഡൽ 9 മോഡൽ റെഡ് കളർ ആണല്ലേ വീഡിയോ ഡീസൽ വണ്ടി 24-25 നമ്പർ ഉണ്ടല്ലേ വീഡിയോ വണ്ടി നല്ല മൈലേജ് ഉണ്ടാവും ഡീസലല്ലേ എത്ര ഓടിക്കണം അങ്ങനെയാണെങ്കിൽ ഇത് ഓടിയത് ഒന്നിന്റെ മേലത്തെ ചില്ലറ ഓടിയൊക്കെ 2009 അല്ലേ ഓടി ഉണ്ടാവുമല്ലോ ഓടിയിട്ടില്ലെങ്കിൽ മോശമല്ലേ 2009 ആകുമ്പോൾ ഓണർഷിപ്പ് എത്രയാണോ ഓണർഷിപ്പ് തേർഡ് ഓണറോ നിലവിലുള്ളല്ലേ റീപ്ലേസ് കാര്യങ്ങൾ എന്തെയുണ്ടോ ഒന്നുമില്ല ആ പരിപാടികളൊന്നുമില്ല എല്ലാം കൊണ്ട് ഉഷാർ വണ്ടിയില്ല സീറ്റർ കാര്യങ്ങളൊന്നും ചെയ്യാത്ത വണ്ടി ആവശ്യക്കാർക്ക് എങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാൻ പറ്റൂല അതെ റീപ്ലേസ് ഒന്നും ചെയ്യാം ഒന്നുമില്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കണതല്ലേ ഇത് നമ്മൾ ചോദിക്കണത് 1.80 നമ്മൾ ചോദിക്കണത് 1,80,000 9 മോഡല് സ്വിഫ്റ്റ് കൊടുക്കാൻ മതി കൊടുക്കാം പിന്നെ കുറച്ചു 10,000 വെച്ച് ഇങ്ങനെ കുറക്കല ലാഭമില്ലെങ്കിലും ആൾക്കാർ വണ്ടി ഉണ്ടോ 10-20 വെച്ച് ഇങ്ങനെ കുറച്ച് കൊടുക്കാല്ലേ റെഡി കായ്ക്ക് വണ്ടി ഇറക്കാം കൊടുക്കാം വേറെ മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത വണ്ടി ഇതിമ്മ ലോൺ കയറുന്നാല് നമുക്ക് ശ്രീരാമ സെട്ടൊക്കെ കയറ്റി കൊടുക്കും ചെയ്ത് കൊടുക്കാം എന്തായാലും 9 മോൾ 29 പേപ്പറിൽ വണ്ടി 1,70,000 സ്വിഫ്റ്റ് കൊടുക്കാം വീഡിയോ വണ്ടി കൊടുക്കാം മൈലേജ് ഉണ്ടോ അടുത്തോണ്ടല്ല അടിപൊളി റിഡ്സിലെ ഗ്രേ കളർ അല്ലേ ഫാൻസി നമ്പർ 39 എങ്ങനെ മോഡൽ ഇരുന്നാല് ഇത് 2014 മോഡൽ 14 മോഡൽ റിഡ്സ് ആണല്ലേ ഗ്രേ കളർ ആണ് അലവിലെ കർഷക ചെയ്തോണ്ടില്ലേ ഡോൾഫിൻ കളർ ചെയ്തോണ്ടില്ലേ ഉള്ളിലെ ഡാഷ്ബോർഡ് അങ്ങനെ വരുന്നല്ലേ
അതെ അതെ അങ്ങനെ വരുന്നതാണല്ലേ ലിമിറ്റഡ് എഡിഷന്റെ ഡാഷ്ബോർഡ് വരുന്നതാണല്ലേ അലവിലൊക്കെ ചെയ്തു പോണല്ലേ ഇത് ഓപ്ഷൻ ആയിരുന്നാല് ഇത് വീഡിയോ ഓപ്ഷൻ വീഡിയോ ആണ് അപ്പൊ ഡീസൽ വണ്ടി ഡീസൽ വണ്ടി മൈലേജ് ഉള്ള വണ്ടി അല്ലേ മൈലേജ് ഉള്ള വണ്ടി കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ 1.34 അങ്ങനെ ഓടിയിട്ടുള്ളൂ ഓടിയുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങള് ഇപ്പൊ തേർഡ് ഓണറാണ് നിലവിലുള്ളല്ലേ വേറെ റീപ്ലേസോ മേജർ ആക്സിഡന്റോ ഒന്നുമില്ല ഒരു പരിപാടി ഇല്ലാത്ത വണ്ടി ഒരു പരിപാടി ധൈര്യമായിട്ട് പറയാലല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം ഇത് നമ്മൾ ചോദിക്കണൊക്കെ 3.5 റുപ്യാണ് 3.5 ലക്ഷം റുപ്യാണ് റിഡ്സിന് ചോദിക്കേണ്ടത് ഗ്രേ കളറാണ് 14 മോഡല് 14 മോഡല്ലേ കുറച്ച് കൊടുക്കാം 30 കൊടുക്കാം 30 കൊടുക്കാം 40 30,000 റുപ്യ കൊടുക്കാം ലോൺ കയറുമ്പോ ലോൺ 3 റുപ്യന്റെ അടുത്ത് ലോൺ കയറും അപ്പൊ ഏകദേശം 10-20,000 മുടക്കിന് വണ്ടി ഇറക്കാം അല്ലെങ്കിൽ ഫുൾ ലോൺ കയറും ഡീസൽ ആകുമ്പോൾ മൈലേജ് കിട്ടും ഡീസലാകുമ്പോ 20 കിലോമീറ്റർ മൈലേജ് കിട്ടും എന്തായാലും കിട്ടും ധൈര്യം പറയാം കിടിലം കിടക്കാച്ച് വണ്ടിയിലെ അലവിലൊക്കെ ചെയ്താൽ ലിമിറ്റഡ് ആയിട്ട് വരുന്ന വണ്ടിയിലെ ഓക്കെ അടുത്താണല്ലോ അടിപൊളി നിസാൻ മൈക്ര ആയിക്കോട്ടെ ഗോൾഡൻ കളറ് എങ്ങനെ മോഡലുണ്ട് 17-18 കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടിയാണ് 17 മോഡൽ 18 രജിസ്ട്രേഷൻ വണ്ടി 45,000 റുപ്യന്റെ അലവിയിൽ 40,000 രൂപ അലവിലാണ് ഇതില് പൂത്തിന് മാറി കിടക്കണ്ടല്ലേ കടുപുത്തൻ ടയറും ഉണ്ട് 4 ടയർ പുതുപുത്തൻ ടയറും കിട്ടും അല്ലെ സ്വർണ്ണ കളറല്ലേ ഓടിക്കണം എത്ര നാല് ഒന്നിന്റെ കീപ്പിട്ട് ഓടിയിട്ടുള്ളൂ കേട്ടോ ഒന്നിന്റെ കീപ്പിട്ട് ഓടിയിട്ടുള്ളൂ നല്ല അടിപൊളി വൃത്തിയുള്ള വണ്ടിയില്ലേ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി അല്ലേ ഹിസ്റ്ററി ഉള്ള വണ്ടി എത്ര വണ്ടി നമ്മൾ ചോദിക്കണം ഇത് നമ്മൾ ചോദിക്കണം 4,25,000 കൊടുക്കാൻ വെക്കില്ലേ 4.10 കൊടുക്കാം 4,25,000 4,10 കൊടുക്കാം 15,000 കുറച്ചു 3.25 ലോണും കിട്ടും മാക്സിമം ലോൺ ഒരു 50,000 മുടക്കിൽ നമുക്ക് അടിപൊളി KL 50,000 അല്ല 30,000 മുടക്കും 35,000 മുടക്കിൽ മൈക്ക് കൊടുക്കാം ഡോൾട്ടോൺ കളർ വരുന്നില്ല ഗോൾഡനും ബ്ലാക്ക് വരുന്നില്ലേ അത് ചെയ്തേക്കാരല്ലേ പിന്നെ ഹൈലൈറ്റ് അതിന്റെ അലവിയിലാണ് 45,000 രൂപ അലവിയിൽ കയറ്റിയ വണ്ടിയാണ് നല്ല അടിപൊളി വെറും 35,000 രൂപ കൊണ്ടാകാല്ലേ ഡീസൽ പെട്ടുള്ള ഡീസല് എത്ര മൈലേജ് 25 കിലോമീറ്റർ മൈലേജ് മിനിക്ക് കൊണ്ടിരിക്കാം നല്ല കളറുമാണ് ചെക്കന്മാരെ കളറാ നമുക്ക് അടുത്താണല്ലോ അടിപൊളി കോഫി കളർ എടുത്താണല്ലോ 2012 മോഡല് 12 മോഡൽ എടുത്താണല്ലേ 13 രജിസ്ട്രേഷൻ ഉണ്ട് ന്യൂ ടൈപ്പ് ന്യൂ ഷേപ്പ് എടുത്താണല്ലേ 1,17,000 കിലോമീറ്റർ 15,000 കിലോമീറ്റർ ഓടിക്കണോ 17,000 അല്ലേ ഓപ്ഷൻ ആയിരുന്നാലേ ഓപ്ഷൻ വീഡിയോ ആണ് ഡീസൽ വണ്ടിയാണ് ഈ കളറിന് ചെറിയൊരു മാർക്കറ്റ് കൂടുതൽ കളർ കോഫി കളർ മാർക്കറ്റ് ഉണ്ടല്ലോ അല്ലേ 13 മോഡൽ ഉണ്ടല്ലോ അല്ലേ 14 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആണ് അല്ലേ എത്ര ഓടിയുണ്ടായിരുന്നെ 1,17 ഓടിക്കണോ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ആ പരിപാടികളൊന്നുമില്ല എല്ലാം കൂടി ഉഷാർ വണ്ടി കമ്പനി സീറ്റ് ഒക്കെ ഉള്ള വണ്ടി അല്ലേ എത്ര വണ്ടി നമ്മള് ചോദിക്കണ നമ്മള് 2.85 ചോദിച്ചിട്ട് 2,85,000 ചോദിക്കൊണ്ട് 2.70 കൊടുക്കാം 15,000 വീണ്ടും കുറച്ചു 2,70,000 രൂപ അടിപൊളി റിഡ്സൺ കൊടുക്കാം 2.40 അടുത്ത് ലോണും കിട്ടും ലോൺ കയറും വെറും 30,000 മുടക്കില് വെറും 30,000 മുടക്കല്ല അടിപൊളി കോഫി കളറ് ഡീസൽ വണ്ടി ഉണ്ടാകല്ലേ നല്ല ചൊർക്കുള്ള വണ്ടിയിലെ ഡീസൽ നല്ല മൈലേജും ഇല്ലേ ഡീസൽ 20 കിലോമീറ്റർ എന്തായാലും മൈലേജും കിട്ടും അതാറുണ്ട് എന്നാ അടുത്താണല്ലോ അടിപൊളി സിയാസ് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയിലെ ഫാൻസി നമ്പർ ഉണ്ടല്ലേ ZDA പ്ലസ് ആണല്ലേ 38 നമ്പർ 38 ആണ് 088 നമ്പർ ഉണ്ട് മോഡൽ പറഞ്ഞാല് 2015 മോഡല് 15 മോഡൽ ഉണ്ടല്ലേ ZDA പ്ലസ് സ്റ്റാർട്ടൊക്കെ വരുന്ന വണ്ടിയാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 1.34 അങ്ങനെ എന്തോ ഓടിയുണ്ട് 1.34 ഏകദേശം ഫുൾ ലോൺ എടുക്കാം നമുക്ക് കേട്ടോ ഫുൾ ലോണിലാണ് നല്ല അടിപൊളി സിയാസ് ഏറ്റവും ഫുൾ ലോഡ് വണ്ടി കൊടുക്കുന്നുണ്ട് ZDA പ്ലസ് 5.15 നമ്മള് ചോദിക്കുന്ന റേറ്റ് ഇത് നമുക്ക് ലാസ്റ്റ് 5.10 കൊടുക്കാം 5.15 ലക്ഷം ചോദിക്കേണ്ട സിയാസിന് 5,10,000 രൂപയ്ക്ക് ZDA പ്ലസ് കൊടുക്കാം ഏകദേശം ഫുള്ള് ലോണും കിട്ടും ഫുള്ളാണ് ഉറപ്പ് മുടക്കാതെ വലിയ ലക്ഷറി സെഡാൻ വണ്ടി കൊടുക്കാമല്ലോ മാരുതി വണ്ടി 4.25 ലോണും കിട്ടും 4.25 ലോൺ കയറല്ലേ പ്രൊഫൈൽ ആക്കിട്ട് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കും ഡീസൽ ആകുമ്പോൾ മൈലേജ് കിട്ടും ഡീസൽ ആകുമ്പോ 18-20 മൈലേജും കിട്ടും നല്ല യാത്ര സുഖല്ല വണ്ടി ലക്ഷറി ലുക്കിൽ പോകാം ഒരു ഒതുക്കുള്ള വണ്ടിയാ കയറല്ലേ ഒതുക്കല്ല വണ്ടി എന്നാ അടുത്ത വണ്ടി നല്ല അടിപൊളി ഹോണ്ട അമേസ് ഉള്ള മൈലേജ് രാജാവിലെ
എങ്ങനെ മോഡലുണ്ട്? 2015 മോഡൽ. 15 മോഡല് ഹോണ്ട അമേസ് ആണല്ലേ? അതെ. ആ പിന്നെ ഓപ്ഷൻ വരുന്നാല് ഓപ്ഷൻ ഇത് മറ്റേ എസ് ആണ് വരിക. എസ് ആണ് ഓപ്ഷൻ വരുന്നില്ല. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എസ് ആണ് ഓപ്ഷൻ. എസ് തന്നെ ഉണ്ടല്ലേ? കിലോമീറ്റർ കാര്യങ്ങള് ഇത് റീവണ്ടി ആട്ടോ. റീവണ്ടിയാണ്. കേരള നമ്പറായ വണ്ടിയാണല്ലേ? അതെ. 2015 മോഡൽ. 16 റേസറും ഉണ്ട്. ഓക്കെ. ഓടിക്കണ്ടേ? ഓടിക്കണത് 1 അടുത്തേക്ക് 1 ചില്ലറേറ്റ് ഉള്ളൂ. ഓടിക്കണോ? മീറ്റർ ലോൺ എടുക്കാം നമുക്ക്. ഫുള്ള് ലോൺ എടുക്കാം. ഫുൾ ആണ്. ഹോണ്ട അമേസ് മൈലേജ് രാജാവ് ഫുൾ ആണ്. 3.4 നമ്മൾ ചോദിക്കണതിന് 3,25,000 അമേസിന് ചോദിക്കണത്. കുറച്ചും കൊടുക്കും. 3 റുപ്യ കൊടുക്കാം. 3 റുപ്യ കൊടുക്കാം. 3 ലക്ഷം റുപ്യ ഹോണ്ട അമേസിന് ചോദിച്ചാൽ അത്ര 14 മോഡൽ. 15 മോഡൽ. 15 മോഡൽ ഹോണ്ട അമേസ് റീവണ്ടി ആട്ടോ. റീവണ്ടി ആണ്. ഫുൾ ലോൺ ആണ്. ഫുൾ ലോൺ ഇട്ട് കൊടുക്കാം. ഉറപ്പ് മുടക്കാതെ ഇറക്കാല്ലേ? ഡീസൽ മാത്രം മൈലേജ് ഇരുന്നാല് പ്രൊഫൈൽ ക്ലിയർ ആണോ? അതാണ് മെയിൻ ആയിട്ട് പറഞ്ഞല്ലേ. എത്ര കുറച്ച് പറഞ്ഞാലും നല്ല പ്രൊഫൈലാണ്. ഫുൾ ലോൺ ആണ്. ഫുൾ ലോൺ ആണ്. ഇതേപോലെ ഡീസൽ മാത്രം മൈലേജ് കിട്ടും. ഡീസലാകുമ്പോ 24-25 കിലോമീറ്റർ മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഈ ചെറിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പറഞ്ഞ അടുത്തുള്ള അടിപൊളി വീഡിയോ വീണ്ടും കാണാം.